ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൌണ്ട് ദേവ്സ് 111ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്യുറസി വർദ്ധിപ്പിക്കാനോ നമ്മളുടെ ഉള്ളിലെ വിശ്വാസത്തെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനും ബിലീവ്സ് ഒക്കെ ഒന്നുകൂടെ ദൃഢമാക്കാനും ഒക്കെ ഏഞ്ചൽ നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ എനർജി കോഡ് നമ്പേഴ്സ്, സ്വിച്ച് വേർഡ്സ് ഇതിനെയൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് തന്നിട്ടുള്ളൊരു റിസൾട്ടിലൂടെ ഒരുപാട് ആളുകൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ സാധ്യമായതിന്റെ പേരിൽ കുറച്ചു നാൾ മുന്നേയൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആഘോഷിക്കപ്പെട്ട ഒരു ഏഞ്ചൽ നമ്പർ ആയിരുന്നു 1212ഉം അത് യൂസ് ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസും ഒക്കെ. 1212ന്റെ പോർട്ടൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിന് നല്ലൊരു റെസ്പോൺസും കിട്ടിയിരുന്നു. അപ്പം 1212 മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ അതെങ്ങനെ പ്രോപ്പറായി യൂസ് ചെയ്തിരുന്നതെന്നും ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സിലൊന്നാണ് ഈ 1212. മറ്റൊരു നമ്പറാണ് 19751. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് ലഭിച്ചൊരു വീഡിയോ ആയിരുന്നു അത്. അതിലൂടെ മാനിഫെസ്റ്റ് ചെയ്തു എന്ന രീതിയിലും ഒക്കെ എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതൊന്ന് കയറി കാണാം. അപ്പോൾ 1212ലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൻ്റെ ഒരു ABCD ഒന്നും അറിയാതിരുന്ന സമയത്താണ് ഈ രണ്ട് നമ്പേഴ്സും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതും. അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടുകയും വീണ്ടും വീണ്ടും യൂസ് ചെയ്ത് നോക്കുകയും എനിക്ക് തന്നെ പലപ്പോഴും ഒരു മിറാക്കിളാണോ ഇതെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടൊരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ധൈര്യമായിട്ട് ചെയ്തു നോക്കാം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ, എമർജൻസി ആയിട്ടുള്ളൊരു അവസ്ഥ, എന്തെങ്കിലും ഒരു കാര്യം അർജന്റായിട്ട് നടക്കണം എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്, നിങ്ങൾക്കൊരു ഡിവൈൻ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ പലതും ശ്രമിച്ചു നോക്കിയിട്ട് ഒരു കാര്യത്തിനുള്ള സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തുന്നില്ല, ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയൊക്കെ പോവുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണിത്. നമ്മൾ ലോങ് ടേം ഗോൾസുകളിലേക്കല്ല, നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു അർജന്റായിട്ടോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഇത് കൂടിയേ തീരൂ എന്നൊക്കെയുള്ള മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടിയേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്ക് മനസ്സിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മളിത് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം എന്നൊരു മൈൻഡോട് കൂടിയല്ല, നമുക്കൊരു വിശ്വാസം എത്രത്തോളം ഉണ്ടോ വിശ്വാസത്തിന്റെ ബേസിലാണ് ഇത് വർക്കാവുന്നത്. നമുക്കറിയാം 12 എന്ന് പറയുന്നത് വെറും അക്കങ്ങൾ മാത്രമല്ല, സ്പിരിച്വലി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഈ 1212. അതുപോലെ അതൊരു പോർട്ടൽ നമ്പറായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മളുടെ ഇന്റൻഷനെ യൂണിവേഴ്സിന്റെ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന വൈബ്രേഷനിലേക്ക് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഒരുപാട് ആളുകൾക്കും നല്ല റിസൾട്ട് കൊടുക്കുന്നത്, ഒരുപാട് പേരിൽ ഇത് വർക്കാവുന്നത്. നമുക്കറിയാം 1 എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ 2 എന്ന് പറയുന്ന നമ്പർ ഒരു ബാലൻസിനെയും നമ്മുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുകയും ഒരു ഹാർമണി, ഒരു ഒത്തൊരുമ ഒക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ ഡിവൈൻ ടൈമിങ്ങിൽ നമ്മൾ വിശ്വസിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ 1212 എന്ന കോമ്പിനേഷൻ നമുക്ക് നോക്കിയാൽ അറിയാം 1212 ഓൾട്ടർനേറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷൻ പ്ലസ് ഫെയ്ത്ത്. നമ്മളൊരു ഇന്റൻഷനെ സെറ്റ് ചെയ്യുന്നു, ഇതിൽ പൂർണ്ണമായ വിശ്വാസവും കൂടെ ചേരുമ്പോൾ അവിടെ മാനിഫെസ്റ്റേഷൻ എനർജി സ്ട്രോങ് ആവുകയും അത് പോസിറ്റീവ് റിസൾട്ടിനെ നൽകുകയും ചെയ്യുന്നു. ഇനി സിമ്പിളായിട്ടത് എങ്ങനെ ഏറ്റവും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് 6 മണി മുതൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള ഒരു ടൈം ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കാമായിട്ട്, ഏറ്റവും മൈൻഡ് പീസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സമയവും നമുക്ക് ഇതിനു വേണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇതിൽ കാണുന്നില്ല.
ഞാനിത് പ്രോപ്പറായിട്ട് കൂടുതലും മോർണിംഗ് ടൈമിലേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രാവിലെ ഒന്ന് ഫ്രഷായി എണീറ്റ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു അരമണിക്കൂർ സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സമയവും ചൂസ് ചെയ്യാം. ഇനി എഴുതേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ബോഡിയിലാണ് എഴുതുന്നത്. ബോഡിയിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇടത് കൈയിലെ മോതിരവിരലിൽ നമ്മുടെ ഹാർട്ടുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിൽ സയന്റിഫിക്കലി അത് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇടത് കൈയിലെ മോതിരവിരലിലാണ് അതിൻ്റെ ഏതൊരു ഭാഗത്തും, ഉള്ളം കൈയിൽ വെള്ള ഭാഗത്താണെങ്കിലോ സൈഡുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് 1212 എന്ന് എഴുതാം. പച്ച മഷിപ്പേന യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നീല മഷിപ്പേന യൂസ് ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്നായിട്ട് തെളിച്ചമുള്ളൊരു പേന വെച്ച് വേണം അത് എഴുതാൻ. കാരണം 1212 എന്ന് എഴുതുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് തെളിഞ്ഞില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് തെളിയിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്തൂടെ എഴുതാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എഴുതരുത്. തെളിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ പുറത്തുകൂടെ വീണ്ടും എഴുതാൻ ശ്രമിക്കരുത്. അപ്പം അതിൻ്റെ 1212 എന്നതിൽ നിന്നും അതിൻ്റെ വൈബ്രേഷൻ മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ പുറത്തുകൂടെ എഴുതരുത്. ഇനി എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പണോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മളുടെ ആഗ്രഹത്തെ സെറ്റ് ചെയ്തിരിക്കണം. എന്താണ് നമ്മളുടെ ഇൻറ്റൻഷൻ എന്നുള്ള ക്ലാരിറ്റി നമ്മളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്കൊരു ആവശ്യം ഉള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ച് കിട്ടണം എന്നായിരിക്കരുത്. അത് നിങ്ങൾക്ക് സാധിച്ച് കിട്ടി എന്നതിനുള്ള ഒരു നന്ദി പറയൽ, പ്രപഞ്ചത്തോടോ അല്ലെങ്കിൽ ദൈവത്തോടോ ഏഞ്ചൽസിനോടോ ആരോടാണ് നിങ്ങൾക്ക് അതിനുള്ള നന്ദി ബോധിപ്പിക്കേണ്ടത്, ആ നന്ദി പറയുന്ന രീതിയിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരണം. നമ്മൾ വളരെ കാമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്നുമുള്ള ഒരു നന്ദി പറയലായിരിക്കണം നമ്മൾക്ക് ഫീൽ ചെയ്യേണ്ടത്. അത് നമ്മളെ വിഷമിച്ച ഒരു കാര്യമായിരിക്കും, നമ്മൾ ടെൻഷൻ അടിച്ചൊരു കാര്യമായിരിക്കും, പക്ഷെ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടി എന്ന രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഇത് എഴുതാൻ. എഴുതുന്നതിന് മുമ്പ് അങ്ങനെ നമ്മൾ മനസ്സ് സെറ്റ് ചെയ്തിരിക്കണം. അപ്പം എഴുതിയതിന് ശേഷവും കുറച്ച് മിനിറ്റുകൾ കൂടെ നമ്മൾ ആ ഒരു എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ആ വിഷ് നടന്നു കഴിഞ്ഞൊരു ഫീലിൽ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. സാധിച്ചതിന് ശേഷമുള്ള ഒരു കാര്യമൊക്കെ ഒന്ന് മൈൻഡിൽ ഓർത്തുകൊണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്ത് കുറച്ച് സമയം നമ്മളത് നിലനിർത്താൻ ശ്രമിക്കുക. ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഇത് നമ്മളുടെ കയ്യിൽ മാഞ്ഞു പോകാതെ ഉണ്ടാകണം. അതിനുശേഷം അത് നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് കയറാം. ഇത് മാഞ്ഞു പോയാലോ കഴുകി കളയുന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇനി ഏത് ദിവസം വേണമെങ്കിലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം, എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്കിനി ഇത് എഴുതാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇനി 21 ദിവസം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. കഴിയുമെങ്കിൽ നമ്മൾ ആദ്യ ദിവസം എവിടെ ഇരുന്നാണോ എഴുതിയത് ആ ഒരു സമയം തന്നെ, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം അങ്ങനെയും കൂടെ കണ്ടിന്യൂ ചെയ്യുക. ഒരേ സമയം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് സാധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടത് ട്രൈ ചെയ്യുമ്പോൾ 7ാമത്തെ ദിവസം അതെനിക്ക് ഓക്കെ ആയി കിട്ടിയിരുന്നു. രണ്ടാമത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വളരെയധികം ഒരു എമർജൻസി സിറ്റുവേഷനിലായിരുന്നു ഞാനത് യൂസ് ചെയ്തത്. 4ാമത്തെ ദിവസം അതെനിക്ക് ഓക്കെ ആയി കിട്ടി. അത് വളരെയധികം മിറാക്കിളായിട്ടൊക്കെ ഫീൽ ചെയ്തൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടിയതായിരുന്നു രണ്ടാമത് യൂസ് ചെയ്തത്. പിന്നീട് പലപ്പോഴും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതുവരെയും 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിന് മുന്നേ എനിക്കത് ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രയും വിശ്വാസത്തോടു കൂടി 100% വിശ്വാസത്തോടെ എഴുതുക. എഴുതുമ്പോൾ നമ്മൾക്ക് സംശയമോ പേടിയോ അല്ലെങ്കിൽ ഇത് നടന്ന് കിട്ടുമോ എന്നൊന്നും ചിന്തിക്കരുത്. അത് അത്രയും നിങ്ങൾ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നു അത്രത്തോളം റിസൾട്ട് നമുക്കതിൽ കിട്ടും, അത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സീനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എനർജി ഹൈ ആക്കാനും നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തെ എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ ജെനുവിനായിരിക്കണം, ഉദ്ദേശശുദ്ധിയുള്ളതായിരിക്കണം, ശരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കണം.
പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ആയിരിക്കരുത്. നമ്മളുടെ 100% ജെനുവിനും ആത്മാർത്ഥവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസുകൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഒരു പരീക്ഷണം എന്ന പോലെ ഇത് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കില്ല എങ്കിൽ ഒരിക്കലും ഇത് ട്രൈ ചെയ്യാനും നിൽക്കരുത്. നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ എനർജിയെ രൂപപ്പെടുത്തുന്നതും അതാണ് നമ്മൾക്ക് യൂണിവേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് എപ്പോഴും ലഭിക്കുന്നത്. അപ്പം പ്യുവർ ആയിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടി ആത്മാർത്ഥമായി വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഒപ്പം നിങ്ങൾ ഇതുവരെയും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.